സർവശക്തനായ ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ പകൽക്കാലം സമ്മാനിച്ച സർവശക്തനായ ദൈവത്തിന് സ്തോത്രം സ്തുതി അർപ്പിക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ അനവധി മക്കൾ വേദനിക്കുന്നവരായി ഭാരപ്പെടുന്നവരായി കടന്നു വന്നിട്ടുണ്ട്. അവരെ അനുഗ്രഹിപ്പാൻ ഇന്ന് സർവശക്തനായ ദൈവം ഈ ആലയത്തിൽ വാനസിംഹയോടുകൂടി താഴ്ന്നിറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുവാൻ ഈ സർവശക്തനായ ദൈവത്തെ പൂർണ്ണമായുള്ള ഹൃദയത്തോടും മനസ്സോടും ആത്മാവോടും കൂടി ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ജീവിതകാലം ദൈവത്തിനായി കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മോടുകൂടി ഇരിക്കുക തന്നെ ചെയ്യും. അതിനായി ദൈവം സഹായിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് ചെറിയ സാക്ഷ്യം ഇവിടെ ഇത് തന്നിട്ടുണ്ട്, അത് വായിക്കാം. കമലം യാക്കര, ആ സഹോദരി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. യാക്കരയിൽ നിന്ന് വരുന്നതായിട്ടുള്ള കമലം, അതവിടെ പുറകിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്റെ പേര് കമലം, ഞാൻ യാക്കരയിൽ നിന്ന് വരുന്നു. മൂക്കിലൂടെ രക്തം വന്ന് 5 മണി മുതൽ 8 മണി വരെ വന്നു. ദൈവമേ എന്നെ നോക്കാനും ആളില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മൂക്കിൽ എണ്ണയും വെള്ളവും ഒഴിച്ചു. രക്തം നിന്നു. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരുമില്ല ദൈവമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആലയത്തിലെ എണ്ണയും വെള്ളവും ഒഴിച്ചു. അപ്പോൾ തന്നെ രക്തം വരവ് നിന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ വേറൊരു സാക്ഷ്യം തന്നിട്ടുണ്ട്. കൊച്ചുമേരി ഉല്ലൂക്കര സഹോദരി വന്നിട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അത് എഴുന്നേറ്റ് നിൽക്കുന്നു. സർവശക്തനായ ദൈവത്തിന് സ്തോത്രം. എന്റെ പേര് കൊച്ചുമേരി, ഞാൻ വരുന്നത് ഉല്ലൂക്കരയിൽ നിന്നാണ്. ഞങ്ങൾ കുടുംബമായി ആലയത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ട് 20 വർഷത്തിലേറെയായി. ഈ സാക്ഷ്യം പറയുന്നതിനുള്ള കാരണം, ഒരു ദിവസം എന്റെ ഭർത്താവിനെ പെട്ടെന്ന് വയ്യാതെയായി. ടെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഹാർട്ടിൽ പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ തന്നെ ആലയത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. ദൈവ അനുഗ്രഹത്താൽ വിഷമകരമായതൊന്നും ഉണ്ടായില്ല. ഗുളിക കഴിച്ചാൽ മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഈ സാക്ഷി നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഇരിക്കാം. ദൈവത്തിന്റെ ആലയത്തിൽ സകലത്തിനും വിടുതലുണ്ട്. നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനാണ്. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നവനായിട്ടുള്ള ദൈവം ഈ ആലയത്തിലുണ്ട്. തന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നുള്ള വചനം ഈ ആലയത്തിൽ സർവശക്തനായ ദൈവം നിവർത്തീകരിക്കുന്നു. അവന്റെ സന്നിധിയിൽ ആര് അഭയത്തിനായി കടന്നു വന്നിരിക്കുന്നുവോ, അവന്റെ പാദപീഠത്തിങ്കിൽ ആര് വീണ് നമസ്കരിക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ അവൻ നന്മയല്ലാതെ തിന്മയായി യാതൊന്നും ചെയ്യാത്തവനാണ്. ഈ ദൈവം മാത്രമേ നമ്മെ കൈവിടാത്തവനായിട്ടുള്ളൂ. ലോകം നമ്മെ കൈവിടും, കൂട്ടുകാർ നമ്മെ കൈവിടും, നമ്മുടെ മാതാപിതാക്കൾ നമ്മെ കൈവിടും. എന്നാൽ കൈവിടാത്തവനായിട്ടുള്ള, പെറ്റമ്മ തള്ളിയാലും ഞാൻ തള്ളുകയില്ല, പെറ്റമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്നരുളി ചെയ്തവനായിട്ടുള്ള ദൈവം ഈ ആലയത്തിലുണ്ട്. അവൻ തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കാതെ ഇന്ന് പകൽക്കാലം പോകുകയില്ല. കാരണം ദൈവത്തിന്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും അവൻ വിടുതൽ നൽകുന്നവനായിട്ടുള്ള ദൈവമാകുന്നു. ഈ ആലയത്തിൽ പ്രവർത്തിക്കുന്നത് മാനുഷിക കരങ്ങളല്ല. ഈ ആലയത്തിൽ നിങ്ങൾ ഉപദേശിക്കുന്നത് മനുഷ്യരുടെ ഉപദേശമല്ല. ഈ ആലയത്തിൽ നിങ്ങൾക്ക് തരുന്നതായുള്ള ഉപദേശം അത് സർവശക്തനായ ദൈവത്തിന്റെ ആലോചനയാകുന്നു, ദൈവത്തിന്റെ ഉപദേശമാകുന്നു. ആ ഉപദേശത്തെ ദൈവത്തിന്റെ വചനം പോലെ നിങ്ങൾ ഓരോരുത്തരും കൈക്കൊള്ളുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വാക്കുകൾ പോലെ നിങ്ങൾ കൈക്കൊള്ളുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ അവൻ സാധ്യമാക്കി നൽകി അനുഗ്രഹിക്കുന്നവൻ തന്നെയാകുന്നു. ഈ ആലയത്തിൽ ഇതുവരെയും എന്ത് ആവശ്യത്തോടുകൂടി കടന്നു വന്നാലും അവരുടെ ജീവിതത്തിൽ ഒന്നും നേടാതെ പോയിട്ടില്ല. കാരണം ഈ ആലയത്തിൽ പ്രവർത്തിക്കുന്നത് സർവശക്തനായ ദൈവമാകുന്നു. ഇത് ജാതിയുടെയോ മതത്തിന്റെയോ ഒരു സംഘടനയുടെയോ ആലയമല്ല. ഇത് സർവ്വജാതികൾക്കും വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള അവന്റെ ആലയം തന്നെയാണ്. അവന്റെ ആലയത്തിൽ വരുന്നതായുള്ള സർവ്വജാതികൾക്കും ഈ ദൈവം വിടുതൽ നൽകി അനുഗ്രഹം നൽകി ആശീർവദിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഒരു വചനത്തിലേക്ക് കടന്നു വരാം. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാവ് 30-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. യെരൂശലേമിലായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് പറയുവാനുള്ളത് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്നുള്ളതാണ്. ഈ ആലയത്തിൽ ഇന്ന് അനവധി പേർ ആലയത്തിൽ ആരാധിക്കുവാൻ കടന്നു വന്നിട്ടുണ്ട്.
ഈ ആലയത്തിൽ വിടുതൽ ലഭിക്കുമോ, അല്ലെങ്കിൽ സമാധാനം ലഭിക്കുമോ, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്ന് വളരെ ചോദ്യത്തോടുകൂടി, സങ്കടത്തോടും വേദനയോടും കണ്ണുനീരോടും കൂടി അനവധി മക്കൾ ഈ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവത്തിന് എന്നോടും നിങ്ങളോടും പറയുവാനുള്ളത്, നിങ്ങൾ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്നുള്ളതാണ്. ഇതുവരെയും നമ്മളെ കണ്ണുനീർ, നാം കരഞ്ഞതായുള്ള ഇടങ്ങളിലെല്ലാം നമ്മുടെ കണ്ണുനീർ പോകുകയല്ലാതെ അതിന് യാതൊരു മറുപടിയും നമുക്ക് ലഭിക്കുവാൻ കാരണമായി തീർന്നിട്ടില്ല. എന്നാൽ ഈ ആലയത്തിൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇതുവരെയും നോക്കിയതായിട്ടുള്ള മന്ത്രവാദികളെ പോലെയോ അല്ലെങ്കിൽ പാസ്റ്റർമാരെ പോലെയോ അല്ലെങ്കിൽ അച്ഛന്മാരെ പോലെയോ ഒരു വാക്കല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് സർവശക്തനായ ദൈവമാകുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് നിവർത്തിക്കുവാൻ മതിയായ ദൈവം തന്നെയാണ്. ദൈവം തന്റെ വാഗ്ദാനങ്ങൾ നിവർത്തീകരിക്കുന്നവനായിട്ടുള്ള ദൈവമാകുന്നു. ഇന്ന് നിങ്ങൾ കരയുന്നവരായി ഈ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം നിങ്ങളോട് പറയുന്നു, ഇനി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കിൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. ഈ ആലയത്തിൽ പ്രവർത്തിക്കുന്നത് കരുണയുള്ള ദൈവമാണ്. നാം എവിടെ പോയാലും നമ്മുടെ ധനവും പണവും സമ്പാദ്യമെല്ലാം അവർക്ക് കൊടുക്കുന്നു. എന്നാൽ അവരിൽ നിന്ന് നമുക്ക് യാതൊരു മറുപടിയും ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ ആലയത്തിൽ നിങ്ങളുടേതായിട്ടുള്ള യാതൊന്നും ആഗ്രഹിക്കാത്ത ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവമാകുന്നു. ഇന്ന് ലോകത്തിൽ അനവധി കോടിക്കണക്കിന് ദൈവങ്ങളുണ്ട്. അവയെല്ലാം നമ്മുടെ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള വിഗ്രഹങ്ങളും ബിംബങ്ങളുമാകുന്നു. എന്നാൽ സർവശക്തനായ ദൈവത്തെ ഒരു മനുഷ്യന്റെ കൈകൾ കൊണ്ട് നിർമ്മിക്കുവാൻ സാധ്യമല്ല. ഒരു പാപിക്ക് ദൈവത്തിന്റെ രൂപത്തെ സൃഷ്ടിക്കുവാനായിട്ട് സാധ്യമല്ല. ഒരു മരം കൊണ്ട് സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. ഒരു വിഗ്രഹങ്ങളാൽ ഉണ്ടാക്കുവാനായിട്ട് സാധ്യമല്ല. ഈ ആലയത്തിൽ പ്രവർത്തിക്കുന്നത് ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളും സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവമാകുന്നു. മനുഷ്യന്റെ കൈവേലയിൽ ഇരിക്കാത്തവനായിട്ടുള്ള ദൈവമാകുന്നു. ഈ ലോകവും അതിലുള്ള സകലവും സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവത്തെ ഒരു വിഗ്രഹത്തിൽ നമുക്ക് ഇരുത്തുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ ഈ ആലയത്തിൽ സർവശക്തനായ ദൈവം വാനസേനയോടുകൂടി താഴ്ന്നിറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ ആലയത്തിൽ യാചിക്കുന്ന സകലത്തിന് മറുപടി നൽകുവാൻ അവൻ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് അവനെ സത്യമായി ആര് വിളിച്ചപേക്ഷിക്കുന്നുവോ അവർക്ക് സമീപസ്ഥനായി ഈ സർവശക്തനായ ദൈവം എന്നും കൂടെ ഇരിക്കുന്നവനായിട്ടുള്ള ദൈവമാകുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നത് മനുഷ്യനല്ല, ഇന്ന് നിങ്ങളോട് പറയുന്നത് സർവശക്തനായ ദൈവമാകുന്നു. ദൈവത്തിന്റെ അടുക്കൽ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നവനായിട്ടുള്ള ദൈവമാകുന്നു. തന്റെ അടുക്കൽ വരുന്നവരെ അവൻ അനുഗ്രഹിക്കുന്നവനാകുന്നു. തന്റെ അടുക്കൽ വരുന്നവനെ അവൻ സൗഖ്യമാക്കുന്നവനാകുന്നു. തന്റെ അടുക്കൽ വരുന്നവരുടെ കണ്ണുനീർ അവൻ തുടയ്ക്കുന്നവനാകുന്നു. തന്റെ അടുക്കൽ വരുന്നവരുടെ ദുഃഖങ്ങൾ അവൻ ഏറ്റെടുക്കുന്നവനാകുന്നു. തന്റെ അടുക്കൽ വരുന്നവരുടെ മരണത്തെ അവൻ മാറ്റുന്നവനാകുന്നു. കാരണം അവൻ നമ്മുടെ സൃഷ്ടാവായ ദൈവമാകുന്നു. ഇന്ന് ലോകത്തിൽ നമ്മുടെ കേടുപാടുകളെ പരിഹരിക്കുവാൻ ഒരു ഡോക്ടർമാർക്കും സാധ്യമല്ല. എന്നാൽ നമ്മെ സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവത്തിന് നമ്മുടെ കേടുപാടുകളെ അറിയാം. അവന് മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, നമ്മുടെ കേടുപാടുകളെ പരിഹരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നാം ഏൽപ്പിക്കേണ്ടത് മനുഷ്യരുടെ കൈകളിലേക്കല്ല, സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവം ഏറ്റെടുക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇന്ന് നാം എല്ലാവരും വീട് നമസ്കരിക്കുന്നത് മനുഷ്യരെയാണ്. എന്നാൽ ദൈവം പറയുന്നു, ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവത്തെ വീട് നിങ്ങൾ നമസ്കരിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നിലവിളിക്ക് അവൻ മറുപടി നൽകാതെ പോകുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ വേദനയോടുകൂടി കടന്നു വന്നതായിട്ടുള്ള എല്ലാവരോടും ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് ഉത്തരമരുളുവാൻ അവൻ കരുണയുള്ള ദൈവമായി ഈ ആലയത്തിൽ ഇന്ന് പകൽക്കാലം താഴ്ന്നിറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഈ ലോകത്തിൽ ഒരുവനെ കഴിയുകയുള്ളൂ. അത് സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യൻ കൈകൾ കൊണ്ട് തുടച്ചാൽ അത് പിന്നെയും കണ്ണുനീർ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ദൈവം നിന്റെ കണ്ണ് നീർ തുടച്ചു കഴിഞ്ഞാൽ
ഇവിടെ ദൈവത്തിന്റെ വചന ഇപ്രകാരം പറയുന്നു, അവൻ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ഇനി ദുഃഖമുണ്ടാകുകയില്ല, ഇനി മുറവിളിയും നെടുവീർപ്പും ഉണ്ടാകുകയില്ല. ഞാൻ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവമാകുന്നു. ഇതുവരെയും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി നൽകിയില്ല എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചത് സർവശക്തനായ ദൈവത്തോടല്ല, ഈ ലോകത്തിലുള്ള വിഗ്രഹങ്ങളോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്. എന്നാൽ ഇന്നു മുതൽ ഈ സർവശക്തനായ വെളിച്ചമാകുന്ന ആത്മാവാകുന്ന ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നു, അവൻ കരുണയുള്ള ദൈവമാകുന്നു. ഇവിടെ വായിക്കുന്നത്, ഇനി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നുക തന്നെ ചെയ്യും. മാത്രമല്ല അത് കേൾക്കുമ്പോൾ തന്നെ അവൻ നിങ്ങൾക്ക് ഉത്തരമരുളുന്നവനായിട്ടുള്ള ദൈവമാകുന്നു. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ നിലവിളിയുടെ ശബ്ദത്തിന് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നത് കൊണ്ടോ ഇവിടെ നിന്ന് കഞ്ഞി കുടിച്ചത് കൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുകയില്ല. എന്നാൽ സമാധാനം ലഭിക്കണമെങ്കിൽ സമാധാന പ്രഭുവാകുന്ന ദൈവത്തോട് നിങ്ങൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നിലവിളിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കണ്ണുനീർ തൂകുന്നുവെങ്കിൽ, അവന്റെ സന്നിധിയിൽ നിങ്ങൾ വീണ് നമസ്കരിക്കുന്നുവെങ്കിൽ, ഈ ദൈവത്തെ നിന്റെ ദൈവമായി നീ കൈക്കൊള്ളുന്നുവെങ്കിൽ, ഈ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുന്നുവെങ്കിൽ, ഈ ദൈവത്തെ ആരാധിക്കുവാനുള്ള തീരുമാനം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, അവൻ തീർച്ചയായും നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉത്തരമരുളുന്നവനായിട്ടുള്ള ദൈവമാകുന്നു. ദൈവത്തിന്റെ അടുക്കൽ വരുന്നുവെങ്കിൽ അവിശ്വസിക്കുന്നവന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നൊന്നും പ്രാപിപ്പാൻ സാധ്യമല്ല. സംശയിക്കുന്നവന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ സാധ്യമല്ല. ഇരുമനസ്സുള്ളവന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാനായിട്ട് സാധ്യമല്ല. ഇതുവരെ നാം പോയ ഇടത്തെല്ലാം നാം തോറ്റുപോയെങ്കിൽ, ഇന്നു മുതൽ ഈ സർവശക്തനായ ദൈവത്തെ, ലോകത്തിന്റെ വെളിച്ചമായി അവതരിച്ചവനായിട്ടുള്ള ദൈവത്തെ, ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ടുള്ള ദൈവത്തെ, ഇന്ന് പകൽക്കാലം ഒരു രൂപവും നിങ്ങൾ മനസ്സിൽ കാണാതെ, ഒരു വിഗ്രഹവും നിങ്ങൾ മനസ്സിൽ കാണാതെ, സർവശക്തനായ ദൈവമേ എന്നുള്ള നിലവിളി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് തീർച്ചയായും അനുഗ്രഹം നൽകത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, നിങ്ങൾ കരയേണ്ട, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം അവൻ കേൾക്കുന്നവനാണ്. നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങളോട് കരുണയുള്ള ദൈവമാണ് ഞാൻ എന്നാണ് ഇതിനു മുമ്പ് നാം വായിച്ചത്. എന്നാൽ ഇവിടെ വായിക്കുന്നു, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി നാം കടന്നു വരുമ്പോൾ, സർവശക്തനായ ദൈവത്തിന്റെ വാക്കുകളെ നാം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനായി തുടങ്ങുമ്പോൾ, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതം കഷ്ടതയും കണ്ണുനീരും നിറഞ്ഞതായിരിക്കും. ഹല്ലേലൂയ. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ വ്യക്തമായി തെളിയിക്കുന്നവനാണ്. ഇവിടെ വായിക്കുന്നത്, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും തന്നാലും നിങ്ങളുടെ ഉപദേഷ്ടാവായ ഞാൻ നിങ്ങളോട് മറഞ്ഞിരിക്കുന്നവനല്ല. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വന്നു, കണ്ണുനീർ വന്നു, അത് ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ബന്ധനങ്ങളിൽ ആയിരുന്നു. എന്നാൽ കഷ്ടതയിൽ നമുക്ക് ഉപദേശം തരുവാൻ ആരുമുണ്ടായിരുന്നില്ല. നമ്മുടെ ഞെരുക്കത്തിൽ നമുക്ക് ഉപദേശം തരുവാൻ ആരുമുണ്ടായിരുന്നില്ല. നമ്മുടെ വേദനയിൽ നമുക്ക് ആശ്വാസം പറഞ്ഞു തരുവാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം നമ്മോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പം തന്നാലും ഞെരുക്കത്തിന്റെ വെള്ളം തന്നാലും നിങ്ങൾ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കാരണം ഞാൻ നിങ്ങളുടെ ഉപദേഷ്ടാവായി നിങ്ങളോടുകൂടി ഇരിക്കുന്നവനാണ്. അവൻ മറഞ്ഞു പോകുന്നവനല്ല, അവൻ മാറിപ്പോകുന്നവനല്ല, അവൻ ഇല്ലായ്മയായി തീരുന്നവനല്ല, അവൻ നിങ്ങളെ മറക്കുന്നവനല്ല, അവൻ നിങ്ങളോട് സ്നേഹമില്ലാത്തവനല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അനുഗ്രഹങ്ങളെ നൽകുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും കണ്ണുനീരും വരുന്നത്. എന്നാൽ
ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആലയത്തിൽ അനവധി മക്കൾ കടന്നു വന്നിട്ടുണ്ട്. ഈ ആലയത്തിൽ കടന്നു വന്ന സകല മക്കൾക്കും ദൈവ സമാധാനവും സൗഖ്യവും അനുഗ്രഹവും നൽകുന്നു. കാരണം ഈ ആലയം അനുഗ്രഹത്തിന്റെ ആലയമാകുന്നു. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള അനവധി മക്കൾ കഷ്ടതയിലും കണ്ണുനീരിലുമായിത്തീരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർവശക്തനായ ദൈവം അറിയാതെയല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം കഷ്ടത നൽകിയിട്ടുണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം കാണുവാനാണ്. നമുക്ക് ഇതുവരെയും കഷ്ടത വന്നപ്പോൾ നാം സങ്കടത്തിലായി, നാം ദുഃഖത്തിലായി, നാം കരയുന്നവരായി, നാം സങ്കടപ്പെടുന്നവരായി, നാം മരിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി ആയിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത നൽകിയിട്ടുണ്ടെങ്കിൽ, ഞെരുക്കത്തിന്റെ വെള്ളം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഉപദേഷ്ടമായി കൂടെയിരിക്കുന്നവനും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞു പോകുന്നവനുമായിട്ടുള്ള ദൈവമല്ല. ഇവിടെ വായിക്കുന്നു, നീ കഷ്ടതയിലാകുന്നെങ്കിൽ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ഭവിച്ചാലും അത് സർവശക്തനായ ദൈവം അറിയാതെയല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ തലയിലെ ഒരു മുടി കൊഴിയുന്നെങ്കിൽ അത് നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം അറിയാതെയല്ല. നിങ്ങളുടെ നരച്ചതായുള്ള തലയെ വെളുപ്പിക്കുവാനോ വെളുത്തതായുള്ള തലയെ കറുപ്പിക്കുവാനോ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. എന്നാൽ സകലവും സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ അനുഗ്രഹിപ്പാൻ മതിയായ ഒരു ദൈവമുണ്ട്. ഈ കഷ്ടതയെല്ലാം ലാഭമാക്കി തരുന്നവനായിട്ടുള്ള ഒരു ദൈവം ഈ ആലയത്തിലുണ്ട്. നിങ്ങൾ ഇന്ന് ഞെരുക്കത്തിന്റെ അപ്പം തിന്നുന്നുവെങ്കിൽ, ഞെരുക്കത്തിന്റെ വെള്ളം കുടിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതം കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നെങ്കിൽ അതിനെയെല്ലാം സമാപ്തിയിലേക്ക് വഴി നടത്തുവാൻ, അതിനെയെല്ലാം അന്ത്യത്തിൽ അനുഗ്രഹമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഈ ആലയത്തിലുണ്ട്. ഇവിടെ വായിക്കുന്നത്, അവൻ നിങ്ങളുടെ ഉപദേഷ്ടാവായ ദൈവമാകുന്നു, അവൻ നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നവനല്ല. ഇവിടെ നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37 5-ാം വാക്യം. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. ഹല്ലേലൂയ. ഇവിടെ യോസേഫ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം തന്റെ സഹോദരന്മാരോട് അവൻ അറിയിച്ചു. അവന്റെ സഹോദരന്മാർ എല്ലാവരും അവനെ പകച്ചു. ഹല്ലേലൂയ. നാം മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകമെല്ലാം നമുക്ക് എതിരായി തീരും. നമ്മുടെ സ്വന്തം ബന്ധുമിത്രാദികളെല്ലാം നമുക്ക് എതിരായി തീരും. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് എതിരായി തീരും. നമ്മുടെ നാട്ടുകാർ നമുക്ക് എതിരായി തീരും. നമ്മുടെ പരീക്ഷക്കാർ നമുക്ക് എതിരായി തീരും. എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ്. അവൻ അന്ത്യത്തോളം വഴി നടത്തുവാൻ അവൻ ശക്തനായ ദൈവമാകുന്നു. ഈ ആലയത്തിൽ കടന്നു വന്നിട്ട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിൽ വന്നത് ദൈവം അറിയാതെയല്ല. എന്തിനു വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അവസ്ഥ വന്നത് എങ്കിൽ എന്ന് നീ ചോദിക്കുമെങ്കിൽ അത് നിന്നെ ഉയർത്തുവാനും, നിന്നെ അനുഗ്രഹിക്കാനും, നിന്നെ മാനിക്കുവാനും, നിന്റെ കഷ്ടത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാനും വേണ്ടിയിട്ടാകുന്നു. ഇവിടെ വായിക്കുന്നത്, അവൻ തന്റെ പിതാക്കന്മാരെ പോലെ, തന്റെ സഹോദരന്മാരെ പോലെ അവൻ ആടുകളെ മേയിച്ച് നടക്കുന്നതായുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം അവനെ കണ്ടു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം അവനെ കാണുവാൻ ഇടയായി തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ തന്റെ സഹോദരന്മാരെ പോലെ ആട് മേയ്ക്കേണ്ടവനല്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് നിങ്ങൾ ആട് മേയ്ക്കുന്നവനായി തീരുവാനല്ല, നിങ്ങൾ വേദനിക്കുന്നവനായി തീരുവാനല്ല, നിങ്ങൾ കഷ്ടപ്പെടുന്നവനായി തീരുവാനല്ല. ദൈവം നിന്റെ ജീവിതത്തിൽ തരുവാൻ പോകുന്നതായുള്ള അനുഗ്രഹം നിന്റെ സഹോദരന്മാർക്ക് അറിയുകയില്ല, നിന്റെ മാതാപിതാക്കൾക്ക് അറിയുകയില്ല, നിന്റെ ബന്ധുമിത്രാദികൾക്ക് അറിയുകയില്ല, നിന്റെ കൂട്ടുകാർക്ക് അറിയുകയില്ല, നിന്റെ പരീക്ഷക്കാർക്ക് അറിയുകയില്ല. ദൈവം നിന്നെ കണ്ടുവെങ്കിൽ നിന്നെ ഏതുവരെ എത്തിക്കണമെന്ന് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സകല പദ്ധതികളുമുള്ളത് ഈ സർവശക്തനായ ദൈവത്തിന് മാത്രമാകുന്നു. ഇവിടെ വായിക്കുന്നത്, തന്റെ സഹോദരന്മാരെ പോലെ അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഇതെല്ലാം മാറ്റിമറിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം അവൻ കാണുവാൻ ഇടയായി തീർന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്റെ സഹോദരന്മാരെല്ലാം മാതാവും പിതാവും അവനെ നമസ്കരിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം അവന്റെ ജീവിതത്തിൽ കണ്ടു. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവന്റെ സഹോദരന്മാരെല്ലാം അവനെതിരായി തീർന്നു. അവനെ കൊല്ലുവാനുള്ള തക്കം അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ
നാം മനസ്സിലാക്കേണ്ടത്, ഈ ദൈവത്തെ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ സഹോദരന്മാർ തന്നെ നമുക്കെതിരായി തീരും. എന്നാൽ ഈ ദൈവം നമ്മെ കണ്ടുവെങ്കിൽ, ഈ ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ, നമ്മെ അന്ത്യത്തോളം വഴി നടത്തുവാൻ അവൻ മതിയായവനായിട്ടുള്ള ദൈവമാകുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദാസനോട് കേൾപ്പിച്ചതായിട്ടുള്ള വചനം പോലെ, എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് യേശു പറയുവാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ ഇടറുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാം, നമ്മുടെ സഹോദരന്മാർ നിമിത്തം ഇടറിപ്പോകുന്നതായുള്ള സാഹചര്യം ഉണ്ടാകാം. എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ കണ്ടിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് നൽകിയിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദത്തെ നമ്മെ കേൾപ്പിച്ചിരിക്കുന്നെങ്കിൽ, ദൈവം കൈവിടാതെ വണ്ണം, പ്രതികൂലങ്ങളിൽ താഴ്ന്നു പോകാതെ വണ്ണം, പ്രതിസന്ധികളിൽ താഴ്ന്നു പോകാതെ വണ്ണം, നമ്മുടെ തലയ്ക്ക് മീതെ വെള്ളം കവിയാതെ വണ്ണം, പെരുവെള്ളം നമ്മെ മുട്ടിക്കളയാതെ വണ്ണം, തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകാതെ വണ്ണം നമ്മെ കൺമണി പോലെ കാക്കുന്ന ദൈവമാകുന്ന നമ്മെ വിളിച്ചത്. ഈ ലോകമെല്ലാം എതിരായാലും, സഹോദരന്മാരെല്ലാം എതിരായാലും, ഒരിക്കലും എതിരായി നിൽക്കാത്തവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ ഉദ്ദേശിച്ചതായുള്ള സ്ഥാനങ്ങളിലേക്ക് അവൻ നമ്മെ എത്തിക്കുന്നവനാകുന്നു. ഈ ദൈവത്തിന് കരുണയില്ലാത്തവനെന്ന് നമുക്ക് തോന്നാം. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നത് ഞാൻ കഷ്ടത്തിലായി എന്ന് തോന്നാം. എന്നാൽ അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. യോസേഫിന്റെ ദൈവം നമ്മുടെ ദൈവമാകുന്നു. യോസേഫിനെ കണ്ടവനായിട്ടുള്ള ദൈവം ഇന്ന് പകൽക്കാലം നമ്മെയും കണ്ടിരിക്കുകയാണ്. ഇവിടെ വായിക്കുന്നു, യോസേഫ് ഒരു സ്വപ്നം കണ്ടു, അതിനെ അനന്തരഫലമായി. അതിന്റെ 18ാമത്തെ വാക്യം വായിക്കാം. അവർ അവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന. ഹല്ലേലൂയ. ഇവൻ ഈ സ്വപ്നം കണ്ടത് നിമിത്തം, ഈ ദൈവത്തെ കണ്ടത് നിമിത്തം, ദൈവത്തിന്റെ ശബ്ദം കേട്ടത് നിമിത്തം അവനെ കൊല്ലുവാൻ അവന്റെ സഹോദരന്മാർ കൂടി ആലോചിച്ചു. എന്നാൽ അതിന്റെ 24ാമത്തെ വാക്യം, അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു, അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു. ഹല്ലേലൂയ. ഇവനെ വരുന്നത് കണ്ടപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലണ്ട, അവനെ ഒരു പൊട്ടക്കുഴിയിൽ ഇട്ട് കളയാം. ഹല്ലേലൂയ. അങ്ങനെ അവനെ ഒരു പൊട്ടക്കുഴിയിലേക്ക് സഹോദരന്മാരെല്ലാവരും ചേർന്ന് അവനെ തള്ളിയിട്ടു. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടാൽ ആദ്യത്തെ അനുഭവം നിന്റെ ജീവിതം പൊട്ടക്കുഴിയിലേക്ക് നിന്നെ തള്ളിക്കളയുന്നതായിരിക്കും. രണ്ടാമത്തെ അനുഭവം അതിന്റെ 28ാമത്തെ വാക്യം, മിദ്യാന് കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായേലർക്ക് 20 വെള്ളിക്കാശ്. ഹല്ലേലൂയ. ഒന്നാമത് അവനെ പൊട്ടക്കുഴിയിലിട്ടു. രണ്ടാമതൊരു കച്ചവടക്കാരൻ വരുന്നത് കണ്ടപ്പോൾ അവന് 20 വെള്ളിക്കാശിന് ആ കച്ചവടക്കാർക്ക് അവന് വിറ്റ് കളഞ്ഞു. എന്നാൽ മൂന്നാമത്തെ ഭാഗം അതിന്റെ 36ാമത്തെ വാക്യം, എന്നാൽ മിദ്യാനർ അവനെ മിസ്രൈമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനായ പൊത്തിഫേറിന് വിറ്റു. ഹല്ലേലൂയ. അവിടെ ഒരു സേനാധിപനായിരിക്കുന്ന പൊത്തിഫേർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇവനെ പിന്നെയും കച്ചവടം ചെയ്യുകയുണ്ടായി. ദൈവത്തിന്റെ ആലോചന നാം കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനവധി പ്രയാസങ്ങൾ വരും. കാരണം നാം ആട് മേയ്ക്കേണ്ടവരല്ല, ദൈവം നമ്മെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മെ കണ്ടിരിക്കുന്നത്. ഈ ലോകത്തിലെ ജീവിതമെല്ലാം നെടുനേരത്തേക്കുള്ള കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ വാടാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ, കർത്താവാണ് ഈ കഷ്ടത നമുക്ക് നൽകിയിരിക്കുന്നെങ്കിൽ, കർത്താവാണ് ഈ ഞെരുക്കം നമുക്ക് നൽകിയിട്ട് ഇരിക്കുന്നെങ്കിൽ, അവൻ മറന്നു കളയുന്നവനല്ല, അവൻ ഉപദേഷ്ടാവായി ഇന്നും നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. അതിന്റെ തെളിവാണ് 39ാം അധ്യായം അതിന്റെ 2ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, യഹോവ യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായി. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ അവൻ പൊട്ടക്കുഴിയിൽ കിടക്കേണ്ടതായിട്ട് വന്നു. തന്റെ സഹോദരന്മാർ അവനെ കൊല്ലുവാൻ നോക്കി. തന്റെ സഹോദരന്മാർ അവനെ മിദ്യാന് കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു. അവർ വേറൊരു ആൾക്ക് അവന് വിറ്റുകളഞ്ഞു. എന്നാൽ സർവശക്തനായ ദൈവം നാം വായിച്ചതുപോലെ, കർത്താവിന്റെ വെള്ളം തന്നാലും കഷ്ടതയുടെ അപ്പം തന്നാലും അവൻ നിങ്ങളുടെ ഉപദേഷ്ടമായി നിങ്ങളോട് കൂടെ ഇരിക്കുന്നു എന്നുള്ള വചനം ഇവിടെ നിവൃത്തിയാകുകയാണ്. കാരണം യഹോവ യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ഹല്ലേലൂയ. ഇതുവരെ നമ്മുടെ കഷ്ടത്തിൽ നമുക്കൊരു ആശ്വാസമില്ല.
അല്ലെങ്കിൽ നാളെ എനിക്കൊരു വിടുതലുണ്ടാകുമെന്നുള്ള ചിന്താഗതിയില്ല. എന്നാൽ ഈ ദൈവത്തെ നിങ്ങൾ കണ്ടിരിക്കുന്നുവെങ്കിൽ, ഈ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടിരിക്കുന്നുവെങ്കിൽ, ഈ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിട്ട് നിങ്ങൾ അനവധി കഷ്ടങ്ങളിൽ കൂടി കടക്കേണ്ടി വന്നാലും ഇവിടെ വായിക്കുന്നു, യഹോവ യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായിരുന്നു. ഈ ലോകത്തിൽ ആരെല്ലാം ഉണ്ടായാലും ദൈവം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം നാശത്തിലേക്കാകുന്നു. ഈ ലോകത്തിൽ എന്തു തന്നെ നമുക്കുണ്ടായിരുന്നാലും ദൈവം നമുക്കില്ല എങ്കിൽ എന്തെല്ലാം ഉണ്ടായാലും അതെല്ലാം മാറ്റപ്പെട്ടു പോകുന്നതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്ക് എത്രമാത്രം ഉണ്ടായാലും, നിന്റെ സമ്പത്ത് വർദ്ധിച്ചാലും, നിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ അതെല്ലാം ഇട്ടേച്ച് എന്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടി വരിക തന്നെ ചെയ്യും. എന്നാൽ ഇവിടെ വായിക്കുന്നു, യഹോവ യോസേഫിനോടുകൂടെ ഇരുന്നു. ഇന്ന് നിന്റെ ജീവിതം കഷ്ടത നിറഞ്ഞതാകുന്നെങ്കിൽ സർവശക്തനായ ദൈവം നിന്നോടുകൂടെയുണ്ട്. നിന്റെ ജീവിതത്തിൽ അത് ദൈവം നൽകുന്നുവെങ്കിൽ അതിന് മറുപടി നൽകുന്നവനാണ് നിന്റെ ദൈവം. നിന്റെ ജീവിതത്തിൽ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നെങ്കിൽ, കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നെങ്കിൽ, ഇനി മുൻപോട്ട് നടക്കുവാൻ വഴിയില്ലാതെ വണ്ണം നീ ഭാരപ്പെടുന്നുവെങ്കിൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടെ ഇരിക്കും. നീ ചെല്ലുന്ന ഇടത്തെല്ലാം നിന്നോടുകൂടി ഇരിക്കും. നീ ചെല്ലുന്ന ഇടത്തെല്ലാം നിനക്ക് ആലോചന പറഞ്ഞു തരും. നീ പോകുന്ന ഇടത്തെല്ലാം ദൈവത്തിന്റെ കരം കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് 21-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ഹല്ലേലൂയ. യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു, അവനെ കാരാഗ്രഹത്തിൽ പിന്നീട് അടക്കപ്പെട്ടു. എന്നാൽ കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നുവാൻ തക്കവണ്ണം ദൈവം ആ കാരാഗ്രഹ പ്രമാണിയുടെ മനസ്സിനെ ദൈവം തുറന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കഷ്ടത നിറഞ്ഞതാണെങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ സകല പ്രതികൂലങ്ങളെയും അനുകൂലമാക്കുവാൻ ഈ സർവശക്തനായ ദൈവത്തിന് കഴിയും. റോമർ 8-ാം അധ്യായം ഇപ്രകാരം വായിക്കുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമുണ്ടെങ്കിൽ പ്രതികൂലം വരുത്തുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്നാൽ അവന്റെ ജീവിതത്തിൽ പൊട്ടക്കുഴിയുടെ അനുഭവം ഉണ്ടായെങ്കിൽ, അവന്റെ ജീവിതത്തിൽ അവനെ മിദ്യാന കച്ചവടക്കാർക്ക് വിറ്റുവെങ്കിൽ, അവന്റെ സഹോദരന്മാർ അവനെ തള്ളിയെങ്കിൽ, അവന്റെ കൂട്ടുകാർ അവനെ തള്ളിയെങ്കിൽ, അവനെ മേടിച്ചവർ അവനെ തള്ളിയെങ്കിൽ, കാരാഗ്രഹത്തിൽ അവനെ തള്ളിയെങ്കിൽ സർവശക്തനായ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളെ ലോകത്തിൽ എല്ലാവരും തള്ളിയാലും നിങ്ങളെ തള്ളാത്ത ഒരു ദൈവം ഈ ആലയത്തിലുണ്ട്. ഇന്ന് നിങ്ങളെ ലോകത്തിൽ എല്ലാവരും ഉപേക്ഷിച്ചാലും നിങ്ങൾ ഉപേക്ഷിക്കാത്തവനായിട്ടുള്ള ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ ആരും നിങ്ങൾക്ക് സഹായമില്ല എങ്കിലും നിങ്ങൾക്ക് സഹായം തരുന്നവനായിട്ടുള്ള ഒരു ദൈവം ഈ ആലയത്തിലുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾ എല്ലാവരും ദുഃഖിപ്പിച്ചാലും നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുന്നവനായിട്ടുള്ള ദൈവം ഈ ആലയത്തിലുണ്ട്. യഹോവ അവനോട് കൂടി ഇരുന്നു. കാരണം വെളിപ്പെടുത്തിയത് സർവശക്തനായ ദൈവമാകുന്നു. ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ വെളിപ്പെടുത്തുന്നത് സർവശക്തനായ ദൈവമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്നതായുള്ള യാതൊന്നുമില്ല. നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഭവിക്കുവാൻ പോകുന്നു എന്ന് വളരെ വ്യക്തമായി അറിയുന്നവനായുള്ള ദൈവമാണ് ഈ ആലയത്തിലുള്ളത്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തിൽ നിന്ന് കേൾക്കുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. കാരണം ഈ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഭവിക്കുകയില്ല. എന്നാൽ അവന്റെ ജീവിതം കഷ്ടത നിറഞ്ഞതായിരുന്നു എങ്കിലും ദൈവം അവനെ അനുഗ്രഹിച്ചു. അതിന്റെ 41-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, 41:38. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. തന്റെ സഹോദരന്മാർ അവനെ തള്ളി. സഹോദരന്മാർ അവനെ കൊല്ലുവാനായി നോക്കി. അവനെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു. ഒരു അകമ്പടി നായകന് വിറ്റുകളഞ്ഞു. അവനെ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. എന്നാൽ ഫറവോൻ എന്ന രാജാവിന് ദൈവം അവന് വെളിപ്പെടുത്തിയത് എന്താണെന്ന് നോക്കൂ. ഫറവോൻ തന്റെ പുത്രന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും നിന്നെ തള്ളിയാലും
രാജാവിനെ കൊണ്ട് നീ ആരാകുമെന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവനാണ്. നിന്റെ ജീവിതത്തിൽ അവൻ മറിഞ്ഞിരിക്കുന്നവനല്ല. നിന്റെ ജീവിതത്തിൽ അവൻ കഷ്ടതയിൽ നിന്നെ കൈവിടുന്നവനല്ല. നിന്റെ ജീവിതത്തിന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്നെ കൈവിടുന്നവനല്ല. മരണത്തിന്റെ താഴ്വരയിൽ നിന്നെ കൈവിടുന്നവനല്ല. നിരാശനും ദുഃഖിതനുമായിരിക്കുന്ന നിന്നെ കൈവിടുന്നവനല്ല. ഇവിടെ വായിക്കുന്ന ഫറവോനോട് ഫറവോൻ പറയുന്നു, ഇതിനെ പോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. എല്ലാവരും തള്ളിയതായിട്ടുള്ള അവനെ രാജാവിനെ കൊണ്ട് ഉയർത്തിയവനാണ് നമ്മുടെ ദൈവം. അവൻ തന്റെ സഹോദരന്മാരെ പോലെ ആടിനെ മേച്ച് നടന്നിരുന്നെങ്കിൽ ഈ രാജാവിനെ കാണുമായിരുന്നില്ല. എന്നാൽ എന്തുകൊണ്ട് അവന്റെ ജീവിതത്തിൽ കർത്താവ് കഷ്ടത്തിന്റെ അപ്പം അവന് തിന്നുവാൻ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ആട്ടിടയനാകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവനെ സഹോദരന്മാരോടുകൂടെ മാറുന്നവനായി തീരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവനെ സഹോദരന്മാരോടുകൂടെ നശിച്ചു പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവനെ ഉയർത്തി അനുഗ്രഹിപ്പാൻ, അവനെ മാനിപ്പാൻ, അവൻ രാജാവിന്റെ അടുക്കലെത്തുവാൻ, രാജാവിനെ കൊണ്ട് ഇവനെ പോലെ ദൈവാത്മാവുള്ള ഒരു വ്യക്തിയില്ല എന്ന് പറയിക്കുവാനാണ് അവന്റെ കയ്യിൽ നിന്ന് സഹോദരന്മാരുടെ അടുക്കൽ നിന്ന് അവനെ കഷ്ടത്തിൽ കൂടെ കൊണ്ടുവന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങളെ ഈ ആലയത്തിൽ കൊണ്ടുവന്നത് സർവശക്തനായ ദൈവമാകുന്നു. ഈ ആലയത്തിൽ കടന്നു വന്നിട്ട് നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളെ തള്ളിക്കളഞ്ഞുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വേദനകൾ വന്നുവെങ്കിൽ, ദുഃഖങ്ങൾ വന്നുവെങ്കിൽ, അത് വെറുതെയല്ല, അത് നിന്റെ ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞിട്ടാകുന്നു. ദൈവം അറിഞ്ഞിട്ടാകുമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്, നിന്നെ മാനിക്കുന്നതായുള്ള ഒരു ദിവസമുണ്ട്, ജയത്തോടുകൂടി നടത്തുന്നതായുള്ള ഒരു ദിവസമുണ്ട്. ആർക്കും വേണ്ടാത്തവരെ എല്ലാവർക്കും വേണ്ടുന്നവനാക്കി തീർക്കുന്നവനായുള്ള ഒരു ദൈവത്തിന്റെ അടുക്കിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യം വായിക്കാം. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ളവൻ ഒരുത്തരുമില്ല. ഹല്ലേലൂയ. രാജാവിനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ ഈ യോസേഫ് വിവരിച്ചു പറഞ്ഞു. അതുകൊണ്ട് അവനോട് പറയുന്നു, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. ഹല്ലേലൂയ. അവനെ അത്രമാത്രം ദൈവം ഉയർത്തി. ദൈവം ഉയർത്തിയാൽ ഒരു ശക്തിക്ക് നിന്നെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. സഹോദരന്മാരെല്ലാവരും അവനെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചു. സഹോദരന്മാരെല്ലാവരും അവന്റെ മേൽ പറഞ്ഞിരിക്കുന്നതായുള്ള വെളിപ്പാട് നിവൃത്തിയാകാതിരിക്കേണ്ടതിന് വേണ്ടി ശ്രമിച്ചു. എന്നാൽ ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തിയാക്കുന്നവൻ തന്നെയാകുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അവൻ നിവൃത്തീകരിക്കുന്നവനായിട്ടുള്ള ദൈവമാകുന്നു. ഒരു ശക്തിക്കും അതിനെ തടുക്കുവാൻ സാധ്യമല്ല. ദൈവം ഒരു വാതിൽ തുറന്നാൽ ആ വാതിലിനെ അടയ്ക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ദൈവം ഒരു വാതിൽ അടച്ചാൽ ഒരു ശക്തിക്കും ആ വാതിൽ തുറക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ദൈവമാണ് നിനക്ക് ജ്ഞാനവും വിവേകവും തന്നത്. അതിന്റെ താഴത്തെ വാക്യം കൂടി നീ എന്റെ ഗ്രഹത്തിന് മേലാധികാരിയാകും, എന്റെ ജലമെല്ലാം അനുസരിച്ച് നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. ഇവരെ തന്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ സഹോദരന്മാർ അവനെ പൊട്ടക്കിണറിൽ ഇട്ടുകളഞ്ഞു. അവന്റെ വാക്ക് കേൾക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാജാവിനെ കൊണ്ട് ദൈവം പറയിക്കുന്നു, നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. ഹല്ലേലൂയ. എത്രമാത്രം ദൈവം യോസേഫിനെ സ്നേഹിച്ചു എന്നാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം എന്തുകൊണ്ട് ദൈവം യോസേഫിനെ സ്നേഹിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ഇടറാതെ വണ്ണം ഈ ദൈവത്തെ മുമ്പിൽ വെച്ചു, ഈ ദൈവത്തോടുകൂടെ അവൻ നടന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാം ദൈവത്തെ തള്ളിപ്പറയുന്നവരാണ്. എന്നാൽ ഈ യോസേഫിനെ പോലെ ദൈവത്തോടുകൂടെ നടക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ, ഫറവോൻ പറയുകയാണ്, നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും, നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തതായിട്ടുള്ള യോസേഫിനെ, സഹോദരന്മാർ തള്ളിക്കളഞ്ഞതായിട്ടുള്ള യോസേഫിനെ, ആർക്കും വേണ്ടാത്തതായിട്ടുള്ള യോസേഫിനെ ദൈവം ഉയർത്തി അനുഗ്രഹിച്ചു. അവനോട് പറയുകയാണ്, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിനക്ക് മുകളിലായിരിക്കും, ബാക്കി സകല അധികാരങ്ങളും ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, കുറുവാക്യത്തിലേക്ക് വരാം. കർത്താവ്
കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. ഹല്ലേലൂയ. ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടേയിരിക്കും. അവൻ പ്രതികൂലത്തിന്റെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും ഈ സർവശക്തനായ ദൈവത്തെ അവൻ മുഖാമുഖമായി കാണുവാനിടയായിത്തീർന്നു. അതുകൊണ്ടാണ് യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി ജീവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത്, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം തന്നാലും നിങ്ങൾ ഉപദേഷ്ടാവായ ഞാൻ മറഞ്ഞിരിക്കുന്നവനല്ല. ദൈവത്തിന്റെ ദാസനെ ദൈവം അനവധി വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെടുത്തു, ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ ദാസന് ദൈവം നൽകിയത് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവുമാകുന്നു. എന്നാൽ അനവധി കഷ്ടങ്ങളിൽ കൂടി കടക്കേണ്ടി വന്നാലും ഇവിടെ വായിച്ചതുപോലെ നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുന്നവനല്ല. ദൈവത്തിന്റെ ദാസന് മറഞ്ഞിരിക്കുന്നവനായി അവൻ ഒരിക്കലും തീർന്നിട്ടില്ല. അവൻ എപ്പോഴും മുഖാമുഖം സംസാരിക്കുന്നവനും ആലോചനകളെ കേൾപ്പിക്കുന്നവനും അവൻ ഒരിക്കലും മാറ്റമില്ലാത്തവനുമായി ദൈവത്തിന്റെ ദാസനെ ദൈവം കണ്ടു. ദൈവത്തിന്റെ ദാസൻ യോസേഫിനെ പോലെ ആടുകളെ മേയ്ക്കുന്ന അല്ലെങ്കിൽ മാടുകളെ മേയ്ക്കുന്നതായുള്ള ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം ദൈവത്തിന്റെ ദാസനെ കണ്ടു. യോസേഫിനെ കണ്ടവനായിട്ടുള്ള ദൈവം ദൈവത്തിന്റെ ദാസനെ കണ്ടു. അനവധി കഷ്ടങ്ങളിൽ കൂടി കടക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇന്ന് രാജാവിനെ പോലെ ദൈവം മാനിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും എന്ത് നഷ്ടം വന്നാലും ദൈവം അറിയാതെയല്ല. അതിന്റെ ഒരു ദിവസം നിങ്ങളെ ഉയർത്തുവാനും നിങ്ങളെ അനുഗ്രഹിക്കാനും വേണ്ടിയിട്ടാകുന്നു. അതുകൊണ്ട് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരായി ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ വായിക്കുന്നത്, നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുന്നില്ല, നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ കണ്ടുകൊണ്ടേയിരിക്കുവാൻ ഈ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിന്റെ താഴ്ത്തമാക്കി വിടുവാൻ, വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുക എന്നൊരു വാക്ക് പിറകിൽ നിന്ന്. ഹല്ലേലൂയ. ഏതിലെ പോകണം, ഏത് വഴിയെ പോകണം, ഈ ലോകത്തിന് എന്ത് പരിഹാരം നേടുവാൻ കഴിയുമെന്നുള്ള ചിന്താഗതികളോടുകൂടി നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ പോക എന്നുള്ള ശബ്ദം നിന്റെ പുറകിൽ നിന്നെ കേൾപ്പിക്കുന്നവനാണ് നിന്റെ ദൈവം. നിന്നെ വെറുതെ വിടുന്നവനല്ല. ദൈവം നിന്റെ ആലോചനക്കാരനായി നിന്നോടുകൂടി ഇരിക്കുന്നവനാകുന്നു. ഈ വഴിയെ പോയാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിന്നോട് പറഞ്ഞു തരുന്നവനായിട്ടുള്ള ദൈവമാകുന്നു. എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ വഴിയും സത്യവും ജീവനുമായി യേശു അല്ലാതെ വേറെ ഒരു ദൈവമില്ല. അതുകൊണ്ട് വഴിയും സത്യവും ജീവനുമാകുന്ന ദൈവം നിന്നോടുകൂടി ഇരിക്കുന്നവനും നിനക്ക് ആലോചനകൾ പറഞ്ഞു തരുന്നവനുമായിട്ടുള്ള ദൈവമാകുന്നു. യോസേഫിന് ആലോചന പറഞ്ഞു കൊടുത്തവനായിട്ടുള്ള ദൈവം, ദൈവത്തിന്റെ ദാസൻ ആലോചന പറഞ്ഞു കൊടുത്തവനായിട്ടുള്ള ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആലോചന പറഞ്ഞു തരുവാൻ അവൻ മതിയായവനാണ്. അവൻ മറഞ്ഞിരിക്കുന്നവനല്ല, അവൻ ഒളിച്ചിരിക്കുന്നവനല്ല. നിങ്ങളെ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കുന്നവനായിട്ടുള്ള ലോകത്തിന് വെളിപ്പെടുത്തുന്നവനായിട്ടുള്ള ദൈവമാകുന്നു. ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതം കഴിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നാൽ ഈ ലോകത്തിലെ ജീവിതമെല്ലാം താൽക്കാലികം. എന്നാൽ നിത്യമായുള്ള ഒരു സ്വർഗരാജ്യമുണ്ട്. ഒരിക്കലും അവസാനിക്കാത്തതായുള്ള കഷ്ടതയും കണ്ണുനീരും രോഗവും ദുഃഖവും ഒന്നുമില്ലാത്തതായുള്ള ഒരു സ്വർഗരാജ്യമുണ്ട്. അത് തരുവാൻ ഈ ദൈവത്തിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഈ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ശിഷ്ടായുസ് കഴിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.